നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ്. വീണ്ടും അവർക്ക് വിജയമില്ലാതെ കളിക്കളം വിടേണ്ടി വന്നിരിക്കുന്നു. ക്രിസ്റ്റൽ പാലസിനോട് ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞതോടെ അവസാനമായി അവർ കളിച്ച 9 കളിയിൽ നിന്ന് ഒരേ ഒരു വിജയമാണ്. കഴിഞ്ഞ കളി വിജയിച്ച് കയറിയപ്പോൾ വീണ്ടും ട്രാക്കിലായി എന്ന് തോന്നിയതാണ്. പക്ഷേ ഇവിടെ ഈ കളിയിൽ 2 വട്ടം പുറകിൽ പോയിട്ട് പിന്നെ സമനില പിടിച്ച് രക്ഷപ്പെടുകയാണ്. അവസാനമായി കളിച്ച 9 കളികളിൽ നിന്ന് സിറ്റി ജയിച്ചത് ഒരേ ഒരു കളിയാണ്. 2 സമനിലകൾ, 6 കളികളും പൊട്ടി. ഇപ്പോൾ ഇന്നലത്തെ സംഭവത്തിലേക്ക് വന്നാൽ, കളിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് സിറ്റിക്ക് പണി കൊടുത്തിരുന്നു. മ്യൂണസിലൂടെ 4-ാമത്തെ മിനിറ്റിൽ അവർ ലീഡെടുത്തു. എന്നാൽ 30-ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിലൂടെ അവർ ആ ഗോള് മടക്കിയടിച്ചിരുന്നു. പിന്നെ രണ്ടാം പകുതിയിൽ ലക്രോയിക്സിലൂടെ ക്രിസ്റ്റൽ പാലസ് വീണ്ടും ലീഡെടുത്തു. 56-ാമത്തെ മിനിറ്റിൽ 2-1 ക്രിസ്റ്റൽ പാലസ് മുന്നിൽ. 68-ാമത്തെ മിനിറ്റിൽ ലൂയിസിൻ്റെ ഗോളിലൂടെ സിറ്റി ഒപ്പം പിടിച്ചു. പക്ഷേ പിന്നീട് ലൂയിസിന് റെഡ് കാർഡ് കിട്ടുകയൊക്കെ ചെയ്തു. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചതോടെ 15 കളികളിൽ നിന്ന് 27 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ്. നോക്കുക, സിറ്റി കളിച്ച അവസാനത്തെ 9 കളികൾ, ആ 9 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം, 2 മത്സരങ്ങൾ സമനില, 6 കളികൾ തോറ്റു. അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 18.5% മാത്രമാണ്. 12 ഗോളുകൾ അടിച്ച ടീം 21 ഗോളുകളാണ് കൺസീഡ് ചെയ്തത്. അത് വലിയൊരു കണക്കാണ്. 41 ബിഗ് ചാൻസുകളാണ് അവർ കൺസീഡ് ചെയ്തത്. 12.2 ഷോട്ട് ഓൺ ഗോളാണ് പെർ ഗെയിം വന്നത്. 4.9 ഷോട്ട് ആണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നിരിക്കുന്നത്. 64.2% ബോൾ പൊസിഷൻ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ ആധിപത്യം റിസൾട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. എവേ മത്സരങ്ങളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. പോയ സീസണിൽ എവേ മത്സരങ്ങളിൽ അവരുടെ കണക്കെടുത്താൽ 14 വിജയങ്ങൾ, 2 സമനിലകൾ, 3 തോൽവികൾ. എന്നാൽ ഇപ്പോൾ ഇത്തവണ ഓൾറെഡി 8 കളികളാകുമ്പോഴേക്കും 3 എവേ മത്സരങ്ങൾ തോറ്റുകഴിഞ്ഞു. 3 വിജയങ്ങൾ, 2 സമനില. അതാണ് ഇപ്പോഴത്തെ ഈ സീസണിലെ അവരുടെ ഒരു കണക്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയേണ്ടത് ഇതാണ്: ഈ കളിച്ച 9 കളികളുണ്ടല്ലോ, അവസാന 9 കളികൾ, അതിൽ 21 ഗോളുകൾ ടീം കൺസീഡ് ചെയ്തു. 6 ഡിഫീറ്റ്സ്, 2 ഡ്രോസ്, ഒരേ ഒരു വിജയം. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ സ്ഥിതിയാണിത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.